മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19-ാമത്തെ വാക്യം. ആമേൻ. വളരെ അനുഗ്രഹീതമായ നല്ല തിരുവെഴുത്താണ് ഇന്ന് രാത്രി വായിപ്പാനിടയായത്. എൽദോയുടെ ഭവനത്തിൽ നിന്ന് കോട്ടേജ് മീറ്റിങ്ങിനകത്ത് നാം കർത്താവ് പ്രാർത്ഥിച്ചു പിരിഞ്ഞു. സ്തോത്രം. ആമേൻ. ഇവിടെ നാം വായിച്ച കുറിവാക്യം ഇങ്ങനെയാണ്. മത്തായി എഴുതിയ സുവിശേഷം 16-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിനകത്ത് പത്രോസിനോട് കർത്താവ് പറയുകയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു ആരെന്ന ചോദ്യം, എന്നെക്കുറിച്ച് ജനം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. ചിലർ പറഞ്ഞവൻ പ്രവാചകനാണ്. ആമേൻ. പിന്നെ അവൻ ഇരമ്യാവാണ്. ആമേൻ. യോഹന്നാൻ സ്നാപകനാണ്, ഏലിയാവാണ്. ഇങ്ങനെ പലരും പല കാര്യങ്ങൾ പറയുമ്പോൾ ആമേൻ പത്രോസ് വിളിച്ചു പറഞ്ഞു, നീ ആരാണ്? ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന കൃത്യതയുടെ വെളിപ്പാട് ആമേൻ പത്രോസ് വിളിച്ചു പറയാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യഹൂദന്മാരൊക്കെ ഒരു മശിഹയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആമേൻ. ഇവരൊക്കെ കാത്തിരിക്കുന്ന ആമേൻ യഥാർത്ഥ മശിഹയാണ് ആമേൻ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതെന്ന കൃത്യതയുടെ വെളിപ്പാട് ആമേൻ പത്രോസ് വിളിച്ചു പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവത്തിന്റെ പൈതലേ, ആമേൻ നാം ആരാധിക്കുന്ന ദൈവമാരാണെന്ന്, നാം സേവിക്കുന്ന ദൈവമാരാണെന്ന്, ആമേൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ വീണ്ടെടുത്ത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവമാരാണെന്ന ഒരു വെളിപ്പാട് നമ്മുടെ അകത്ത് കത്തിയാൽ ആമേൻ ആ വെളിപ്പാട് നമ്മുടെ ചരിത്രത്തെ മാറ്റി എഴുതാനിടയായി തീരൂ. ആമേൻ കൂടെ നടക്കുന്ന ആമേൻ ആമേൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ഈ യേശു ആരാണെന്ന് പത്രോസിന്റെ ജീവിതത്തിൽ വെളിപ്പാടുണ്ടായപ്പോൾ ആ വെളിപ്പാട് നിമിത്ത പത്രോസിന്റെ ജീവിതത്തെ എന്റെ ദൈവം മാറ്റിമറിക്കാൻ ഇടയായെങ്കിൽ ആമേൻ സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവമൈതലേ, ജീവനുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, ആമേൻ നിന്റെ ദൈവം കേവലം ഒരു പ്രവാചകൻ മാത്രമല്ലെന്ന്, ആമേൻ കേവലം അത്ഭുതം ചെയ്യുന്നവൻ മാത്രമല്ലെന്ന്, അവൻ സത്യദൈവമാണ്, അവൻ നിത്യപിതാവാണെന്ന്, അവൻ എന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, അവൻ പോയതുപോലെ അവൻ മടങ്ങി വരുന്ന ദൈവമാണെന്ന വെളിപ്പാട് ഇന്ന് പകലകത്തുള്ള ദൈവമക്കൾ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. ഇവിടെ താഴേക്ക് വായിക്കുമ്പോൾ ഈ വെളിപ്പാട് പറഞ്ഞ പത്രോസിന്റെ പേര് ദൈവം മാറ്റുകയാണ്. സ്തോത്രം അല്ലേ? അവിടെ അതുവരെ പത്രോസിന്റെ പേര് ശീമോൻ എന്നാണ്. സ്തോത്രം. ബെറിയോനായ ശീമോനെ. സ്തോത്രം. ഒഫീഷ്യലായിട്ടൊരു കാര്യം ചെയ്യുമ്പം പേര് മുഴുവൻ ചേർത്താ പറയുന്നത് ഇല്ലേ? മനോജാൻ്റെ തലമുറയുടെ കല്യാണം നടക്കാൻ പോവുകയാണ്. ആമേൻ. എൻ്റെ ക്രമീകരണങ്ങളാക്കി ആയി കഴിയുമ്പം ഫേബയുടെ ഫുൾ നെയിം എങ്ങനെയാ? അതെ, അങ്ങനെ പറഞ്ഞല്ലേ കൈ പിടിച്ച് കൊടുക്കുന്നേ? ചുമ്മാ ഫേബ എന്ന് പറഞ്ഞ് മാത്രമാണോ? ഇല്ല. പത്രോസിന്റെ പേര് കർത്താവ് മാറ്റിയപ്പം കംപ്ലീറ്റ് ഫുൾ നെയിം പറഞ്ഞ ബെറിയോനായ ശിമോൻ. ആമേൻ. കംപ്ലീറ്റ് പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇനി നിന്റെ പേര് ആമേൻ ബെറിയോനായ ശിമോൻ എന്നല്ല, പിന്നെ ആരാകും? നീ പത്രോസാകുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഒരു വെളിപ്പാട് ആമേൻ അവന്റെ അകത്ത് വന്നപ്പോൾ അവന്റെ പേരിനെ ആമേൻ ആ വെളിപ്പാട് മാറ്റി. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ആമേൻ ഞാങ്ങണ അല്ലെങ്കിൽ ആടുന്നവൻ, ആമേൻ ആമേൻ ആടുന്ന ഞാങ്ങണയായിരുന്ന ഉറപ്പില്ലാത്ത ഞാങ്ങണ എന്നർത്ഥമുള്ള ശീമോൻ എന്ന പേരിനെ ആമേൻ ദൈവം മാറ്റിയിട്ട് പറയുക, നീ ഉറപ്പുള്ള പെട്ര, ഒരു പാറ കഷ്ണം പോലെ ഉറപ്പുള്ളവനാക്കി ഞാൻ നിന്നെ മാറ്റാൻ പോകുകയാണ്. ഈ 2026 ആണ്ട്
മൂന്നാം മാസം പരിശുദ്ധാത്മാവ് പറയുകയാ, ആമേൻ, നിന്റെ ആമേൻ ഇന്നലകളിലെ അനുഭവത്തെ മാറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് മറക്കരുത്. ആമേൻ, നീ എന്നും ഒരു ശൂന്യതയ്ക്കകത്ത്, ഒരു ഉറപ്പില്ലാത്ത മേഖലയ്ക്കകത്ത്, എന്നും ഒരു ഇളക്കത്തിനകത്ത് മാത്രമാണ് നീ എന്ന് വിധി പറയുന്ന ചില മേഖലകളെ നോക്കി ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുകയാ, ഞാൻ നിന്നെ ഉറപ്പിക്കാൻ പോകുകയാണ്, ഞാൻ നിന്നെ ഉറപ്പുള്ളവനാക്കി മാറ്റാൻ പോകുകയാണ്. ആമേൻ, ഞാൻ നിന്നെ ആമേൻ ഒരു പാറ കഷ്ണമാക്കി മാറ്റാൻ പോകുകയാ. ചേർന്ന് നല്ലൊരു ഹല്ലേലൂയ പാടിയാട്ടെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ പത്രോസിനെ ദൈവം കണ്ടില്ലായിരുന്നെങ്കിൽ പത്രോസിന്റെ സ്ഥിതി വലിയ കഷ്ടമായിരുന്നു. ആള് മുക്കുവനാണ്, ഒരു സാധ്യതയും തൻ്റെ മുൻപിലില്ല. അവൻ എന്നാൽ ദൈവം ഒരുവനെ കണ്ടപ്പം അവൻ്റെ പേര് ദൈവം മാറ്റി, അവൻ്റെ സ്വഭാവം ദൈവം മാറ്റി, അവനെ കരുത്തനാക്കി ദൈവം മാറ്റി. യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസ് ആരും പറയാത്ത ഒരു വെളിപ്പാട് അവൻ്റെ അകത്ത് വെളിപ്പെട്ട് അവൻ്റെ ഹിസ്റ്ററിയെ ദൈവം മാറ്റുന്നത് പോലെ ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്തോടെ വിളിച്ചു പറയട്ടെ, ആമേൻ, ഈ പുതിയ വർഷത്തിൻ്റെ 3-ാം മാസത്തിൽ ആമേൻ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്ന് വരെ നീ കണ്ടിട്ടില്ലാത്ത ചില വെളിപ്പാടുകൾ, ഇന്ന് വരെ നീ പ്രാപിക്കാത്ത ചില ആഴമേറിയ ചില വെളിപ്പാടുകളെ എന്റെ ദൈവം നിന്റെ മേൽ പകർന്നിട്ട് തമ്പുരാൻ പറയുകയാ, അവൻ നീ പറയുന്ന വാക്കിന് വിലയുണ്ടാകാൻ പോകുകയാ. നീ ഭൂമിയിൽ കെട്ടുന്നത് അവൻ സ്വർഗത്തിൽ കെട്ടുന്ന, നീ ഭൂമിയിൽ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കുന്ന ചില മഹത്വമുള്ള അനുഭവങ്ങളെ എന്റെ ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. ചേർന്നൊരിക്കലൂടെ ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കല് യാക്കോബിനെയും യോഹന്നാനെയും ആമേൻ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, ഒരുവനെ ഇടത്തും ഒരുവനെ വലത്തും ഇരുത്തണം. സ്തോത്രം. യേശുവിൻ്റെ ശിഷ്യന്മാരൊക്കെ തീരെ പ്രായം കുറഞ്ഞവരായിരുന്നു. സ്തോത്രം. 20 വയസ്സും അതിൽ താഴേക്കുമെന്നാണ് ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചത്. ആമേൻ. തീരെ പ്രായം കുറഞ്ഞ ആളാണ് ശിഷ്യന്മാരായിട്ട് യേശുവിൻ്റെ കൂടെ നടക്കുന്നത്. അപ്പം ഒരു ചിന്തകൻ പറഞ്ഞത്, ഈ യോഹന്നാനൊക്കെ ധൈര്യമില്ലാതെ ഒരു വാക്ക് എഴുന്നേറ്റ് എന്ന് പറയാൻ പോലും ത്രാണിയില്ലാതെ അമ്മയുടെ കയ്യെ പിടിച്ച്, അമ്മയുടെ സാരിത്തുമ്പെ പിടിച്ച് നടക്കുന്ന ഈ യോഹന്നാനെ ആമേൻ യേശു കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വെച്ചിട്ട് അമ്മ പറയുകയാണ്, ഒരുവനെ എന്ത് ചെയ്യണം? ഇടത്ത് വരുത്തണം, ഒരുത്തനെ വലത്ത് വരുത്തണം. ആമേൻ. ഇവരെ നോക്കി വെച്ചിട്ട്, ഈ നാണം കുണുങ്ങിയ യോഹന്നാനെ നോക്കി വെച്ചിട്ട് കർത്താവ് അവരെ നോക്കി വെച്ചിട്ട് അവർക്കൊരു പേരിട്ടനട്ടെ, ഇടിമക്കൾ എന്നാണ് അവരെ വിളിച്ച പേര്. സ്തോത്രം. നോക്കണേ. ആമേൻ. ഇങ്ങനെ പ്രായം കുറഞ്ഞ നാണം കുണുങ്ങിയായ അവരെ നോക്കി വെച്ചിട്ട് എൻ്റെ തമ്പുരാൻ വിളിച്ചു ഇടിമക്കൾ. ആമേൻ. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാനൊരു പുസ്തകത്തിനകത്ത് വായിച്ചത് ആ പേരിൻ്റെ വ്യാഖ്യാനം, ആമേൻ, മിന്നലിൻ്റെ തലമുറകൾ, അല്ലെങ്കിൽ ആമേൻ ഭൂതലത്തെ പ്രകമ്പനം കൊള്ളിക്കുന്നവരാക്കി നാളുകളിൽ ഇവർ മാറും. ഒന്നുകൂടെ പറഞ്ഞാൽ, ആമേൻ, സാത്താന്റെ രാജ്യത്തിന് ആമേൻ മിന്നൽ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ പ്രകമ്പനം വെളിപ്പെടുത്തുന്ന കരുത്തന്മാരാക്കി ദൈവം അവരെ മാറ്റുമെന്ന് ആമേൻ അവരുടെ കൊച്ചു പ്രായത്തെ നോക്കി വെച്ചിട്ട് എൻ്റെ ദൈവം അവരെ നോക്കി ആലോചന പറഞ്ഞു. ആമേൻ. ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പത്രോസ് അവൻ ഒരു വെളിപ്പാട് പറഞ്ഞപ്പോൾ അവൻ്റെ പേരിനെ ദൈവം മാറ്റിയതുപോലെ ആമേൻ ഇവരെ നോക്കി വെച്ചിട്ട് തമ്പുരാൻ പറയുകയാണ്, ഇങ്ങനെ തുടരത്തില്ല മക്കളെ. ആമേൻ. നിങ്ങൾ കടന്നു ചെല്ലുന്ന ദേശത്ത്, നിങ്ങൾ കയറി നിൽക്കുന്ന പട്ടണത്തിനകത്ത്, ആ ദേശത്തെ ശത്രുമണ്ഡലങ്ങൾക്ക് ആമേൻ പ്രകമ്പനം കൊള്ളിക്കും കരുത്തന്മാരായി നാളെ നിങ്ങൾ മാറുമെന്ന് എന്റെ ദൈവം അവരെ നോക്കി പ്രവചിച്ചെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പറയാ, ദൈവം നമുക്ക് തന്ന തലമുറകളെ ഇന്ന് നമ്മൾ കാണുമ്പോൾ അവരെ സാധാരണക്കാരായി, ആമേൻ, ഏറ്റവും ആമേൻ ബാലന്മാരായി, ബാലികമാരായി, ആമേൻ, എന്താകുമോ ഇവരുടെ ഭാവി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ ആമേൻ അവരോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചെറുതല്ല. അവർ കരുത്തന്മാരായി മാറുന്ന, സാധാന്യ രാജ്യങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന കരുത്തരായവർ മാറുന്നതോർത്ത് നമ്മുടെ ദൈവത്തിന് നല്ല സ്വത്രം പറഞ്ഞേ. സ്വത്രം. ഞാൻ ഈ പദമൊക്കെ പറയുമ്പം ഞങ്ങൾ ഇന്നിവിടെ വന്നിരുന്നപ്പോഴേ രായിച്ചാൻ കൊച്ചുമോളുടെ പാട്ടൊക്കെ കേൾപ്പിച്ചു, ദൈവത്തിന് സ്വത്രം ചെയ്യുകയാണ്. ആമേൻ.
ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ നമുക്കറിയാം ഒരു വലിയ ഭാവി ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട്. ദൈവത്തിന് സ്തോത്രം ഇല്ലേ? ആമേൻ. ഇനി പാട്ട് കേട്ടില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബലഹീനതകളെ കണ്ടുവച്ചിട്ട നമ്മൾ നൊമ്പരപ്പെടുന്നതെങ്കിലും അവരോടുള്ള വാക്തത്വങ്ങളെ ഓർത്ത് പറയണോ, ആമേൻ, നാളെ ആമേൻ ഇവർ ഇങ്ങനെയല്ല ഇടിമക്കളായി മാറും, ഇവർ കരുത്തന്മാരായി മാറും, ആമേൻ, ഇവർ പട്ടണം അറിയുന്നവരായി മാറുമെന്ന ആമേൻ തിരിച്ചറിവകത്തുള്ള ദൈവമക്കൾ ചേർന്ന് കർത്താവിന് ആമേൻ പറഞ്ഞേ. സഹോദരം, ഒത്തിരി കാര്യങ്ങൾ വെളിപ്പാടകത്ത് വരുമ്പോൾ സാധ്യതയില്ലാത്തവന്റെ അഡ്രസ് മാറ്റുന്ന ഒരു ദൈവം. യാക്കോബിനെ ദൈവം വിളിച്ച തന്നെ പുഴുവായ യാക്കോബെ ഞാൻ നിന്നെ ആരാക്കി മാറ്റും? പല്ലേറിയതും മൂർച്ചയുള്ളതുമായ ഒരു മെതിവണ്ടിയാക്കി മാറ്റും. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു പുഴുവിനെ എടുത്ത് ആ റോട്ടിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഇന്നൊരു പുഴുവിനെ 2-3 വലിയ വണ്ണമുള്ള പുഴുവിനെ ഞങ്ങൾ കൊന്നു. സ്തോത്രം. അത് നട്ട പച്ചക്കറി ചെടിയെ തിന്ന് നശിപ്പിക്കുന്ന വലിപ്പമുള്ള പുഴു. സ്തോത്രം. അത് കണ്ടിട്ട് തന്നെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പം ഞാനതിനെ എടുത്ത് തറയിലിട്ടു. അവിടെ കിടന്ന് പിടയ്ക്കുക എന്നല്ലാതെ അതിന് ഒരു ത്രാണിയില്ലാത്ത സാധനം. അപ്പോൾ ഒരു കമ്പ് വെച്ച് കുത്തി അതിനെ കൊന്നു കളഞ്ഞു. അപ്പം പുഴുവിനെ സംബന്ധിച്ച് അതിൻ്റെ സാധ്യത അത്രയേ ഉള്ളൂ. അതിനൊന്നും പ്രതികരിക്കാൻ ത്രാണിയില്ലാത്ത താഴെ റോട്ടി അതിനെ കൊണ്ടിട്ട് അത് വൈകുന്നേരം വരെ യാത്ര ചെയ്താലും ഇവിടെ എത്തത്തില്ല സാധനം. പക്ഷേ അങ്ങനെയുള്ള യാക്കോബിനെ നോക്കി വെച്ചിട്ട് പറയുക, ഈ മെതിവണ്ടിയുടെ പ്രത്യേകത എന്നാ? പുള്ളി കാലൊരു സ്ഥലത്തോട്ട് കുത്തി അതിൻ്റെ സ്തോത്രം മണ്ണ് മറിക്കുന്ന അതിൻ്റെ കൈ ഉപയോഗിച്ച് ആ കുന്നൊക്കെ നിരപ്പാക്കി എത്ര വലിയ തടസ്സം അതിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അത് എത്തേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യും? ഇല്ലേ? എത്തുമെന്ന്. എത്ര വലിയ മലയാണെങ്കിലും അതിനതൊന്നും വിഷയമല്ല. അതിനെയൊക്കെ നിരപ്പാക്കിയത് മുന്നോട്ട് വരുന്നതാണ് മെതിവണ്ടിയെങ്കിൽ. ഞങ്ങളുടെ വീടിന്റെ വാതിക്കെ കൊടുത്ത് പോകുമ്പോൾ സച്ചു കാപ്പിയൊക്കെ ഓടിക്കൊണ്ട് നടക്കുകയാണ്. വേണ്ട ഡാടാ ബുൾഡോസർ വരുന്നെന്നാണ് പറയുന്നത്. സോദരം, ഈ സാധനം അവിടെ എല്ലാം നിരത്താൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. മണിക്കൂറിന് ഇത്ര പൈസ വാടകയ്ക്ക് കൊടുത്താൽ കൊണ്ടുവരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, പുഴുവായിട്ട് ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ ത്രാണിയില്ലാത്ത അവനെ നോക്കി വെച്ചിട്ട് ദൈവം പറയുക, നീ ഇന്ന് ഇങ്ങനെയാണ്, പക്ഷെ നിന്റെ നാളുകളിൽ നീ ഇങ്ങനെ തുടരത്തില്ല. നീ ചിലതിനെ മെതിക്കുന്ന നീ ചിലതിനെ സമഭൂമിയാക്കി മാറ്റുന്ന ഒരു മെതിവണ്ടി പോലെ എന്റെ ദൈവം നിന്നെ ആക്കി മാറ്റുന്ന ദൈവമാണ് അവൻ. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിക്കാൻ തയ്യാറാകട്ടെ. നിന്റെ നാളുകളെ നോക്കി എന്റെ ദൈവം നിന്നോട് പറഞ്ഞ ഒരു പ്രവചനത്തിന് പോലും മാറ്റം വരാതെ നിന്നെ കരുത്തനാക്കി മാറ്റാൻ കഴിയുന്ന, നിന്റെ തലമുറകളെ കരുത്തരാക്കി മാറ്റാൻ കഴിയുന്ന, നമ്മുടെ സഭയെ കരുത്തുള്ളതാക്കി മാറ്റാൻ കഴിയുന്ന എന്റെ ദൈവത്തിന്റെ നീതിക്കായി ചേർന്ന് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പത്രോസൊന്നും ഒരു സാധ്യതയില്ലാത്ത മനുഷ്യൻ വെളിപ്പാട് പറഞ്ഞ് ദൈവം പത്രോസിന്റെ പേര് മാറ്റി ആടുന്ന ഞാങ്ങനയുടെ കയ്യിൽ തമ്പുരാൻ താക്കോല് കൊടുത്തു. സ്തോത്രം. 3000 എണ്ണത്തെ ഒറ്റ പ്രസംഗം കൊണ്ട് സ്വർഗത്തിന്റെ താക്കോല് തുറന്ന് അകത്ത് കയറ്റാൻ പത്രോസിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ആമേൻ, ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവം ഇതല്ലേ, ആമേൻ, വെളിപ്പാടുള്ളവന് താക്കോല് കൊടുത്ത് ആമേൻ, സ്തോത്രം, ആമേൻ, അവൻ ഉയരത്തിൽ കെട്ടുന്നത്, ആമേൻ, അവൻ ഭൂമിയിൽ കെട്ടുന്നത് ദൈവം ഉയരത്തിൽ കെട്ടത്തക്ക നിലകളിൽ, അവൻ താഴെ തുറക്കുന്നത് ഉയരത്തിൽ തുറക്കത്തക്ക നിലകളിൽ അവനെ കരുത്തനാക്കി മാറ്റുന്നത് പോലെ ഇന്ന് രാത്രിയിൽ ആമേൻ, അധികാരത്തിന്റെ താക്കോലുമായി ആമേൻ, അഡ്രസ് മാറിയവരെ പോലെ ദൈവരാജ്യത്തിന്റെ വിശാലതയ്ക്ക് വേണ്ടി ഓടാൻ ദൈവം നമ്മളെ ഉപയോഗിക്കട്ടെ. വിശേഷാൽ ഈ കുടുംബത്തെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ പരിമിതപ്പെടുത്തുന്നു.